ഒരു ജോലി കിട്ടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഇന്റർവ്യൂ കോൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കുന്നു. ഞാനും വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ആൻഡ് ഹാപ്പി ലേബർ ഡേ ടു ഓൾ. ഇന്ന് മെയ് 1 ആണല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതും. അതുപോലെ ഞാൻ എൻ്റെ പ്രൊഫഷനെ കുറിച്ച് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ എം എൻ HR റിക്രൂട്ടർ. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് 6 years ആയിട്ട് കൊച്ചിയിലൊരു MNCയിൽ HR റിക്രൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ്. സോ എൻ്റെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന, ജോബ് സീക്കേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോബ് റിലേറ്റഡ് ടിപ്സ് ആണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ ഫ്രഷേഴ്സ്. പിന്നെ ഫ്രഷേഴ്സിന് മാത്രമല്ല, ഓൾറെഡി വർക്ക് ചെയ്യുന്ന, ഇനി വേറൊരു ജോബിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ വീഡിയോസ് ഉണ്ട്. ഫ്രഷേഴ്സിനാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും റെസ്യൂമെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യാന്നൊക്കെ. അപ്പം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും, അതായത് ഒരു ജോലി കിട്ടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഇന്റർവ്യൂ കോൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, റെസ്യൂമേന്ന് തുടങ്ങാം. എല്ലാ ഡീറ്റെയിൽസും വാരി വലിച്ച് റെസ്യൂമേൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. റെലവെൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക. നിങ്ങളുടെ സ്കിൽ സെറ്റ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പ്രോജക്ട് ഡീറ്റെയിൽസ്, അങ്ങനെ റെലവെൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു മോർ ദാൻ ഒരു 15+ ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, പക്ഷെ കോൾസ് ഒന്നും വരുന്നുണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള. അതിൽ ഒരു സ്കിൽ സെറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങളുടെ സ്കിൽ സെറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കാണുന്നു, അതിനകത്ത് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ എക്സൽ ആയിട്ടുള്ള ഒരാളെയാണ് അവർ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കതിൽ നിങ്ങൾക്കതിൽ നന്നായി അറിയുന്ന കാര്യമാണെങ്കിൽ അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ബിക്കോസ് അവർക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുവിധം, അതായത് ഒരു അത്യാവശ്യം ഒരു വലിയ കമ്പനിയിലൊക്കെ ആണെങ്കിൽ ഈ ജോബ് പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം മാച്ചിങ് ആയ പ്രൊഫൈൽസ് മാത്രം അവർക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ബേസിലായിരിക്കും അവർ സ്ക്രീൻ ചെയ്യുന്നുണ്ടാവുക. ഇപ്പം നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾ അവരുടെ JDയിൽ പറയുന്ന സ്കിൽ സെറ്റ് ഒന്നും നിങ്ങളുടെ റെസ്യൂമേയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അവിടെ അവിടെ എത്തില്ല, അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കോൾസ് വരാത്തത്. വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാനിപ്പം നോക്കറിയിൽ ജോബ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ജോബ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സ്കിൽ സെറ്റ് ആണോ വേണ്ടത് അത് ഡീറ്റെയിൽ ആയി കൊടുക്കും. അപ്പം അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 3 സ്കിൽ സെറ്റ് മാച്ച് ആയ റെസ്യൂമേഴ്സ് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ കൊടുത്ത JD അനുസരിച്ച് ഞാൻ കൊടുത്ത സ്കിൽ സെറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന റെസ്യൂമേഴ്സ് സിസ്റ്റം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. സോ അതിനകത്ത് സ്ക്രീൻ ചെയ്ത് എനിക്ക് കാൻഡിഡേറ്റ്സിനെ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പം അതുകൊണ്ട് അല്ലാത്ത മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഓരോ ജോബിന് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ചെറിയ രീതിയിൽ നമ്മൾ റെസ്യൂമെ മാറ്റേണ്ടി വരും. അത് സ്കിൽ സെറ്റ് അനുസരിച്ച് നോക്കി ഓരോ ചേഞ്ച് വരുത്തേണ്ടി വരും. ബട്ട് നെവർ എവർ ലൈ ഇൻ യുവർ റെസ്യൂമെ. ഇല്ലാത്ത കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാത്ത സ്കിൽ സെറ്റോ ഒന്നും നിങ്ങൾ വെറുതെ ആഡ് ചെയ്യരുത്. ആൻഡ് ഓൾസോ റെസ്യൂമെ ക്രിയേഷൻ ആണെങ്കിലും ക്യാൻവ പോലുള്ള ഒരുപാട് ആപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നല്ലൊരു നീറ്റായ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കളർഫുൾ ആക്കി, ഒരുപാട് സ്റ്റൈലിഷ് ആക്കി, വായിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതൊന്നും റെലവെൻ്റ് അല്ല. സോ ഭയങ്കര സിമ്പിളായി, നോർമൽ, നീറ്റായി ഒരു റെസ്യൂമെ ഉണ്ടാക്കും. അത്ര തന്നെ. നെക്സ്റ്റ് വൺ, ജോബ് പോർട്ടൽസ്. നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ജോബ് പോർട്ടൽസ് അവൈലബിൾ ആണ്. അതിൽ മിനിമം 2 ജോബ് പോർട്ടലിലെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നോക്കറിയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നൗക്കറിയിൽ മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അതുപോലെ കുറേ ആൾക്കാർക്കുള്ള ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നു പോകുന്നു, അതിനെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് കോൾസ് വരില്ല. ഓക്കെ, ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, നൗക്കറിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിനൊരു മീറ്റർ ഉണ്ട്. എത്രത്തോളം നിങ്ങളത്
എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, അത്രയും പെർസെൻറ്റേജ് നിങ്ങളുടെ റെസ്യൂമെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഒരു കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് 50% കംപ്ലീറ്റ് ആവും, കുറച്ചും കൂടെ കൊടുക്കുമ്പോൾ 75. അങ്ങനെ നിങ്ങൾ 100% എപ്പോഴും നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. 100% കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കറി ബൂസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ റിക്രൂട്ടേഴ്സിന് കൂടുതൽ വിസിബിൾ ആവുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. അതേപോലെ നോക്കറി എന്നും ഡെയിലി ബേസിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, 100% ചെയ്തു, എല്ലാം ചെയ്തു, ഇനി എല്ലാ ദിവസവും കോൾ വരുമല്ലോ എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കാര്യം എല്ലാ ദിവസവും നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വെറുതെ ഡിലീറ്റ് ചെയ്യുക, പിന്നെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് ബാക്ക് സ്പേസ് എടുക്കുക, ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ പ്രൊഫൈൽ നിങ്ങൾ ഡെയിലി ബേസിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ടോപ്പിൽ വരും, റിക്രൂട്ടേഴ്സിന് കൂടുതൽ അത് വിസിബിൾ ആവും. ഓക്കെ, സോ അത് എന്താ പറയുക നോക്കറി നിങ്ങളുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യും, അതിന് വളരെ ഹെൽപ്ഫുൾ ആവും. സോ ഡെയിലി ബേസിൽ നിങ്ങൾ നോക്കറി അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ നോക്കറിയിൽ വെക്കുന്ന ഫോട്ടോ ആണെങ്കിലും അതൊക്കെ എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യുക, അതേപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ID, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ മാത്രം ആഡ് ചെയ്യുക. അങ്ങനെയുള്ള ബേസിക് ആയ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അടുത്തത് ലിങ്ക്ഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. പല ആൾക്കാരും റെസ്യൂമെ ഉണ്ടാക്കുന്ന സമയത്ത് സൈഡിലൊരു URL ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ലിങ്ക്ഡിൻ പേജ് ഉണ്ടാക്കി പിന്നെ ആ ഏരിയയിൽ പോവാത്തതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഓഫർ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കാം. കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ലിങ്ക്ഡിൻ തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോബ് ഫിൽട്ടർ ചെയ്ത് അപ്ലൈ ചെയ്യാം, റിക്രൂട്ടേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, ഹയറിംഗ് മാനേജറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ ഫോളോ ചെയ്ത് ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്താൽ അവരുടെ റിക്വയർമെൻറ്റ്സ് ചിലപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ജോബ് സീക്കിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലിങ്ക്ഡിനിലെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ സെൽഫിയോ ഗ്രൂപ്പ് ഫോട്ടോയോ അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയോ അങ്ങനെയൊന്നും അല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പ്രൊഫൈൽ പിക് മേക്കർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ പോയി നമ്മളൊരു നോർമൽ ഫോട്ടോ എടുത്താൽ നമുക്കതൊരു പ്രൊഫഷണൽ ഫോട്ടോ അല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രൈ ചെയ്യാം. അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നമ്മുടെ റെസ്യൂമേയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉണ്ടായിരുന്നത് ആ കാര്യങ്ങൾ ലിങ്ക്ഡിനിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. കാര്യം ഒരുവിധം എല്ലാ റിക്രൂട്ടേഴ്സും നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടും ചെക്ക് ചെയ്യും. സോ നിങ്ങൾ റെസ്യൂമേയിൽ കൊടുത്ത ജോബ് ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ജോബ് ഡീറ്റെയിൽസ്, അവരുടെ ജോബ് റൂട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, സെയിം കാര്യങ്ങൾ ലിങ്ക്ഡിനിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും റിക്രൂട്ടേഴ്സിൻ്റെ കോള് വരും. പിന്നെ ജോബ് സീക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം ഫ്രസ്ട്രേറ്റഡ് ആവണ്ട, നിങ്ങൾക്കുള്ള ജോലി എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. സോ ടെൻഷൻ ആവണ്ട, അതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആവാൻ വേണ്ട. ഓൾ ദി വെരി ബെസ്റ്റ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അനുസരിച്ച് വീഡിയോ ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.